നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. PFI കേന്ദ്രങ്ങളിൽ സംസ്ഥാന വ്യാപകമായി NIA റെയ്ഡ്. ചാവക്കാട് പാലയൂരിൽ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും റെയ്ഡ്. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ മരിച്ചു. അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ വിമാനം തകർന്നു വീഴുകയായിരുന്നു. രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ. ബജറ്റിൽ നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചന. കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കാവനാട് ശുദ്ധജല പദ്ധതിയുടെ പ്രവർത്തനം സ്തംഭിച്ചു. കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതാണ് പമ്പിംഗ് നിലയ്ക്കാൻ കാരണം. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പറഞ്ഞു. താൽക്കാലിക തടയണ നിർമ്മിച്ച് ജലനിരപ്പ് ഉയർത്തി പമ്പിങ്ങിന് ആവശ്യമായ വെള്ളം ഉറപ്പാക്കും. ചാവക്കാട് മണത്തല വോൾഗയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ഒരുമനയൂർ മുത്തമാവ് സ്വദേശി വിനേഷാണ് മരിച്ചത്. ഗുരുവായൂർ തെക്കേനടയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ചൊവ്വന്നൂർ സ്വദേശികൾക്കും അടൂർ സ്വദേശിക്കുമാണ് പരിക്കേറ്റത്. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായി. നേർച്ചയുടെ പ്രധാന ദിവസമായ നാളെ രാവിലെ 8 മണിക്ക് താബൂത്ത് കാഴ്ച പള്ളി അങ്കണത്തിൽ എത്തിച്ചേരും. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ KSU പ്രവർത്തകർ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചു. KSU യൂണിറ്റ് പ്രസിഡന്റിനെ മർദ്ദിച്ച SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. പെരിഞ്ഞനത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. കൊറ്റംകുളം VKG ബ്രാഞ്ച് ഓഫീസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവം 4 ദിനം പിന്നിട്ടു. 4 നാടകങ്ങളുടെ 7 അവതരണങ്ങളാണ് 4ാം ദിനത്തിൽ അരങ്ങിലെത്തിയത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ 1 മാസത്തിലേറെ പിന്നിട്ടെങ്കിലും വാടക ലഭിക്കാതെ പഴയന്നൂരിലെ ടാക്സി ഉടമകൾ. 100ഓളം വാഹനങ്ങളുടെ വാടക കുടിശ്ശിക ഉടൻ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ടാക്സി ഉടമകളും തൊഴിലാളികളും. AITUC തൃശൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തൃശൂരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം കടങ്ങോട് പത്മനാഭന്റെ കൃഷിയിടത്തിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം പ്രസിഡന്റായി CP അനിൽ ചുമതലയേറ്റു. KPCC അംഗം MK അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫിന്റെ 108 മണിക്കൂർ ഉപവാസം തൃശൂരിൽ നടക്കും. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉപവാസം ഉദ്ഘാടനം ചെയ്യും. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണിവേല ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി ശ്രീപതി കാർമ്മികത്വം വഹിച്ചു. കൊടുങ്ങല്ലൂരിലെ മേത്തല മോഹൻ തിയേറ്റേഴ്സ് ഓൾ കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ശ്രീനാരായണ സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റിനോസിന്റെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. വികാരി ഫാദർ തോമസ് വെള്ളക്കനാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചൊവ്വലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തെക്കുങ്ങര പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കമിട്ടു. സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ചെന്ത്രാപ്പിണ്ണി കണ്ണംപുള്ളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റ് നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തെക്കുങ്ങര യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. തെക്കുങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂരിൽ കാക്കകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ തേടിയെത്തിയ വെള്ളിമൂങ്ങ വ്യാപാര സ്ഥാപനത്തിൽ അഭയം തേടി. വടക്കേനടയിലെ തനിഷ്ക് ലേഡീസ് ഫാൻസിയിലാണ് വെള്ളിമൂങ്ങ എത്തിയത്. നെയ്തലക്കാവ് പൂരദിനത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. കാവുങ്ങൽ വിപിൻ, പെരിങ്ങാട് വീട്ടിൽ വിപിൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. ശിക്ഷ ഈ മാസം 30-ന് വിധിക്കും. ദേശീയപാതാ നിർമ്മാണത്തിന്റെ പേരിൽ വേലൂർ പഞ്ചായത്തിലെ മണിമലർക്കാവ് പ്രദേശത്ത് രാത്രിയിൽ വ്യാപക മണ്ണെടുപ്പ്. മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ.
കലൂർ മാവിൻചുവടിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. സ്വകാര്യ വ്യക്തിയുടെ 3 ഏക്കറോളം വരുന്ന പറമ്പിലാണ് തീ പടർന്നത്. പറമ്പിലെ വാഴകളും മറ്റു വൃക്ഷങ്ങളും കത്തിനശിച്ചു. മുംബൈ സ്കൂൾ ഓഫ് ഡിസൈനിൽ നടക്കുന്ന ചലച്ചിത്രോത്സവത്തിലെ ആനിമേഷൻ ചിത്രങ്ങളുടെ മത്സര വിഭാഗത്തിൽ കൊടകര സ്വദേശി ആദിത്യനാരായണന്റെ ഹ്രസ്വചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. പേപ്പർ വിങ്സ് എന്ന ആനിമേഷൻ ചിത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഡ്രസ് ബാങ്കിന് തുടക്കമായി. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽരാജ് ദേശ്മുഖ് ഉദ്ഘാടനം ചെയ്തു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നാദബ്രഹ്മം ഫൗണ്ടേഷൻ തൃശൂർ ടൗൺ ഹാളിൽ സൈനിക പ്രണാമം സംഘടിപ്പിച്ചു. ഫാദർ ജൂലിയസ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ചു. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ അമ്പു തിരുനാളിന് കൊടിയേറി. വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് തിരുനാൾ. അമ്മയും അച്ഛനുമാണെന്റെ ലഹരി എന്ന വിഷയത്തിൽ അന്തിക്കാട് കല്ലിടവഴി ഉഷസ് അംഗനവാടിയിൽ ചർച്ച സംഘടിപ്പിച്ചു. സബ് ഇൻസ്പെക്ടർ അനു ജോസ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ സംയുക്ത തിരുനാൾ ഈ മാസം 30 മുതൽ ഫെബ്രുവരി 11 വരെ ആഘോഷിക്കും. വ്യാഴാഴ്ച വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. പെരിഞ്ഞനം ശ്രീ ഷൺമുഖ ധർമ്മ പരിപാലന സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രോത്സവം ഫെബ്രുവരി 3-ന്. ഫെബ്രുവരി 4-ന് ആറോട്ടോടെ ഉത്സവം സമാപിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി പ്രസംഗത്തിലെ ഗ്രേഡ് നേടിയ ഗൌരി പി ജ്യോതിഷിനെ ആദരിച്ചു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. കുന്നംകുളം കാവലക്കാട് ദേവി ക്ഷേത്രത്തിലെ പൂരം വെള്ളിയാഴ്ച ആഘോഷിക്കും. കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ ഭഗവതിയുടെ തിടമ്പേറ്റും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി യൂണിറ്റ് വാർഷിക സമ്മേളനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.